കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയം യാതൊരു കരാറുമില്ലാതെ കരാറുകാരന് കൈമാറിയിരിക്കുകയാണ് GCDA. യാതൊരു തരത്തിലുള്ള കരാറും ഇതിനില്ല എന്ന് മാത്രമല്ല, ഇത് ഏത് രീതിയിലാണ് പണി പൂർത്തിയാക്കുന്നതെന്നോ എപ്പോൾ അവസാനിപ്പിക്കാവുന്നോ എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണ പോലും ഇല്ലാതെയാണ് ഇത് കൈമാറിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന കേരളത്തിൻ്റെ അഭിമാനമായ സ്റ്റേഡിയമാണ് ഇത്തരത്തിൽ GCDA കൈമാറിയിരിക്കുന്നത് എന്ന് അറിയുമ്പോൾ മലയാളികൾ നേരിടുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് അതിൻ്റെ പിന്നിൽ നിന്ന് വരുന്നത്. ഈ മാസം ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും എറണാകുളത്തു നിന്നുള്ള മന്ത്രി P. രാജീവിൻ്റെയും നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് അവിടെ കൂടി എങ്കിലും ഇതിന് യാതൊരു തരത്തിലുള്ള കരാർ അപ്പോഴും ഉണ്ടാക്കിയിട്ടില്ല. ഒരു ധാരണ മാത്രമാണ് അപ്പോൾ പോലും ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നവംബർ മാസത്തിൽ അർജന്റീന ടീം കേരളത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കരാർ ഉണ്ടാക്കുന്നതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ധാരണയും ഇതുവരെ ആയില്ല. നവംബർ മാസത്തിൽ അർജന്റീന വരില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ നവംബർ 30-നകം പണി പൂർത്തീകരിച്ച് നൽകാമെന്ന് സ്പോൺസർ പറഞ്ഞു എങ്കിലും ഇതിനെ പറ്റിയിട്ട് യാതൊരു തരത്തിലുള്ള തെളിവും അദ്ദേഹം സമർപ്പിക്കാനോ ഇതിനെപ്പറ്റിയുള്ള യാതൊരു രീതിയിലുള്ള ഉറപ്പും തരാനോ തയ്യാറായിട്ടില്ല. അങ്ങനെ ഇരിക്കെ കേരളത്തിൻ്റെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തെ ഈ രീതിയിൽ മലീമസമാക്കുന്ന ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനവുമായിട്ട് കേരള ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് എന്ത് അർത്ഥത്തിലാണ് എന്ന് മലയാളികൾക്ക് സംശയത്തോടു കൂടി ആണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. ഇതിൻ്റെ അധികാരി, അതായത് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൻ്റെ അധികാരി എന്ന് പറയുന്നത് GCD ആണ്, ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ്. ഈ അതോറിറ്റിയുടെ മാതൃസ്ഥാപനം അവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഒരു ധാരണയും ഇല്ലാതെയാണ് GCDA ഇവർക്ക്, ഈ സ്പോൺസർക്ക് ഇത് കൈമാറിയിരിക്കുന്നത്. അതായത് GCDAക്ക് യാതൊരു തരത്തിലുള്ള നിബന്ധനകളുമില്ലാതെ യാതൊരു തരത്തിലുള്ള കരാറുമില്ലാതെ പൈസ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു പാർട്ടിക്ക് ഇത് കൈമാറുവാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഇരിക്കെ GCDA എന്ത് അർത്ഥത്തിലാണ് യാതൊരു തരത്തിലുള്ള കരാറുമില്ലാതെ യാതൊരു തരത്തിലുള്ള നിബന്ധനകളുമില്ലാതെ ഇത് കരാറുകാരന് കൈമാറി എന്നത് നമുക്ക് ആശ്ചര്യപ്പെടുത്തുന്ന വസ്തുതയാണ്. നമുക്ക് മുമ്പ് ISL ഒക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതൊരു സ്പോർട്സ് മീറ്റ് അവിടെ നടക്കുന്ന സമയത്തും കലൂർ സ്റ്റേഡിയം കൈമാറുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിന് ശേഷമാണ്, വളരെ കൃത്യമായ തെളിവോടുകൂടിയും ആധികാരിക രേഖകളോടുകൂടിയുമാണ് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം മറ്റൊരു കരാറുകാരൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും കളികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും കൈമാറുന്നത്. എന്നാൽ ഇവിടെ യാതൊരു തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു ധാരണാപത്രങ്ങളും ഒപ്പുവെച്ചിട്ടില്ല എന്നതാണ്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന ഒരു ഫൗണ്ടേഷനാണ് ഇതിൻ്റെ SPV ആയിട്ട്, സ്പെഷ്യൽ പർപ്പസ് എൻറ്റിറ്റി ആയിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. അവർക്കാണ് GCDA ഇത് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ അവരോട് ഇതിനെ പറ്റിയിട്ട് ആരാഞ്ഞപ്പോൾ കേരളത്തിൻ്റെ കായിക മന്ത്രിയാണ് ഇതിന് അവർക്ക് അധികാരം കൊടുത്തത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കപ്പ് നേരെ വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ കായിക മന്ത്രി അബ്ദുൾ റഹിമാൻ്റെ അടുത്താണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് സ്പെയിനിൽ വരെ യാത്ര നടത്തി കേരളത്തിലേക്ക് അർജന്റീന ടീം വരുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചതാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പോലും വളരെ കൃത്യമായ ഒരു അറിവും നമുക്കില്ല. ഫിഫയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു അന്താരാഷ്ട്ര ടീം വരുമ്പോഴുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ അത്തരം തീരുമാനങ്ങൾ ഒന്നും ഇതുവരെയും ആയില്ല. എന്നാൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ ചില ഭാരവാഹികൾ കേരളം സന്ദർശിച്ചുവെന്നും കേരളത്തിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതിന് യാതൊരു തരത്തിലുള്ള ആധികാരികതയും ഇല്ല എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ, കേരളത്തിൻ്റെ അഭിമാനമായ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇത്തരത്തിൽ യാതൊരു നിബന്ധനകളുമില്ലാതെ യാതൊരു തരത്തിലുള്ള ഉറപ്പുകളുമില്ലാതെ മറ്റൊരു സ്പോൺസർക്ക് കൈമാറുക എന്ന് പറയുമ്പോൾ എന്തൊരു അനീതിയാണ്. അത്തരത്തിൽ കേരളത്തിലെ അഭിമാനകരമായ സ്റ്റേഡിയം യാതൊരു നിബന്ധനകളുമില്ലാതെ GCDA മറ്റൊരു കരാറുകാരന് കൈമാറിയിരിക്കുന്നത്. കരാറുകാരൻ എന്ന് പറയുന്നത് ആൻഡ്രൂ അഗസ്റ്റിനാണ്. മുട്ടിൽ മരമുറി കേസിലെ പ്രധാന പ്രതിയായിട്ട് അല്ലെങ്കിൽ ആരോപണം നേരിടുന്ന വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിൽ അഴിമതി ആരോപണം നേരിടുന്ന വ്യക്തിക്ക് തന്നെയാണ് ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഒരു സ്പോൺസറായി കൈമാറുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗ്രാവിറ്റി നമുക്ക് എത്രത്തോളം എന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറത്തേക്കാണ്. കരം കൊടുക്കുന്ന ഓരോ വ്യക്തിക്കും
ഇതിൻ്റെ മേൽ ഉത്തരവാദിത്തമുണ്ട്. ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് കേരളത്തിലെ ഗവൺമെൻറ്റിന്, കേരള സർക്കാരിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കായിക മന്ത്രിക്ക് ഒട്ടുമേ ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ഇത്തരത്തിലുള്ള ഒരു സ്പോർട്സ് മാമാങ്കം കേരളത്തിൽ നടക്കുമ്പോൾ ഇതിന് ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഉറപ്പുമില്ലാതെ യാതൊരു കരാറുമില്ലാതെ ഒരു കരാറുകാരൻ, ഒരു സ്പോൺസർക്ക് ഇത് കൈമാറുന്നത് യാതൊരു തരത്തിലും ശരിയായ രീതിയല്ല. അവിടെ പണി ആദ്യമേ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അവിടുത്തെ കസേരകൾ മാറ്റുന്നു, അവിടുത്തെ ക്രിക്കറ്റ് പിച്ചുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മാറ്റുന്നു, ഇതുമായി ബന്ധപ്പെട്ട പണികൾ പുരോഗമിക്കുന്നു. ഇത് സത്യത്തിൽ അതിബുദ്ധിയാണോ സ്പോൺസറിൻ്റെ എന്നറിയില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന ഗൂഢാലോചനകളുണ്ടോ എന്നൊക്കെ സംശയിക്കപ്പെടുന്ന ആൾക്കാർ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളെയും മാറ്റി നിർത്തി സീസറിൻ്റെ ഭാര്യ കുറ്റവാളി അല്ല എന്ന് ഉറപ്പിക്കേണ്ടതിൻ്റെ ബാധ്യത കേരള ഗവൺമെൻറ്റിനുണ്ട്. തങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന ബാധ്യത തെളിയിക്കേണ്ട ബാധ്യത കേരള സർക്കാരിനുണ്ട്. മടിയിൽ കനമില്ല എന്ന് തെളിയിക്കേണ്ടതിൻ്റെ ബാധ്യത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമുണ്ട്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.